നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് ഈ സെപ്റ്റംബർ 17-ാം തീയതി 75 വയസ്സ് തികയുകയാണ്. ആ സന്ദർഭത്തിൽ 75 വയസ്സ് പൂർത്തിയാകുമ്പോൾ അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദം ഒഴിയുമോ? 75 വയസ്സ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പദം അടക്കമുള്ള പദവികൾ സംഘപരിവാര പ്രവർത്തകർ, BJP പ്രവർത്തകർ ഉപേക്ഷിക്കണമെന്ന് എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ? ഇതിപ്പോൾ ഇന്ത്യയിൽ ആകമാനം ഒരു വൻ ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നാഗപ്പൂരിലെ RSS കാര്യാലയം സന്ദർശിച്ചു. ഖഡ്ഗേവാർ ഭവൻ ഇന്ത്യയിലെ മുഴുവൻ സംഘപരിവാർ, RSS, BJP പ്രവർത്തകരുടെ ഒരു കേന്ദ്ര സ്ഥാനമാണ്, അല്ലെങ്കിൽ അഭയ കേന്ദ്രമാണ് അവിടേക്ക് പ്രധാനമന്ത്രി ആയതിനു ശേഷം നരേന്ദ്രമോദി ആദ്യമായിട്ട് പോവുകയാണ്. 2000-ൽ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അവിടെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ഒരു പ്രധാനമന്ത്രി അവിടെ എത്തുന്നത് ആദ്യമായിട്ടാണ്. RSS ആസ്ഥാനത്തേക്കുള്ള ഈ യാത്രയാണ് ഇപ്പോൾ ഒരു പുലിവാലായി മാറിയിരിക്കുന്നത്. RSSന്റെ 100-ാം വാർഷികമാണ് ഈ വർഷം. ആ സന്ദർഭത്തിൽ, ആ പ്രത്യേക അവസരത്തിൽ RSSന്റെ നേതാക്കളെ അഭിനന്ദിക്കാൻ, അനുമോദിക്കാൻ, അല്ലെങ്കിൽ ആശംസകൾ അർപ്പിക്കാൻ, അല്ലെങ്കിൽ ആശീർവാദം നേരുന്നതിന് പോയതായിരിക്കാം ഒരുപക്ഷെ നരേന്ദ്രമോദി. പക്ഷെ അതിൻ്റെ പേരിലുള്ള വ്യാഖ്യാനം മറ്റൊരു തരത്തിലാണ് വന്നത്. അതാണ് ഇപ്പോൾ ഒരു വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയുടെ നേതാവ് സഞ്ജയ് റാവത്ത്, അദ്ദേഹമാണ് ഇത് സംബന്ധിച്ച് ആദ്യം ഒരു വെടിപൊട്ടിച്ചത്. അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൽസ്ഥാനം ഒഴിയണമെന്ന് RSS ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം മനസ്സിലാക്കിയതിനെ തുടർന്നാണ് മോദി RSSന്റെ കാര്യാലയം സന്ദർശിച്ചത്. അവിടെ അടച്ചിട്ട മുറിയിൽ സർസംഘചാലക് മോഹൻ ഭാഗവത് അടക്കമുള്ളവരുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തി, അദ്ദേഹവുമായി സംസാരിച്ചു. പ്രധാനമന്ത്രി പദം ഒഴിയാനുള്ള സന്നദ്ധത അല്ലെങ്കിൽ തീരുമാനം അദ്ദേഹം RSS നേതാക്കളെ അറിയിച്ചു എന്നാണ് റാവുത്ത് പറഞ്ഞത്. റാവുത്തിനെ ഈ വിവരം എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. മറ്റാർക്കും കിട്ടാത്ത ഒരു വിഷയം പ്രതിപക്ഷത്തുള്ള ഒരു പാർട്ടിയുടെ നേതാവിന് എങ്ങനെ കിട്ടി, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഈ സഞ്ജയ് റാവത്ത് അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ. അദ്ദേഹം ഇതുപോലെയുള്ള മറ്റു പല കാര്യങ്ങളും നേരത്തെ വെളിപ്പെടുത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിൽ BJP, അതുമായി ബന്ധപ്പെട്ട മറ്റ് സംഘടനകൾ, അതിലൊക്കെ ധാരാളം ബന്ധങ്ങളുണ്ട്, അവിടെയൊക്കെ സ്വാധീനം ഉള്ള ഒരാളാണ്. അതുകൊണ്ട് സഞ്ജയ് റാവത്ത് പറയുമ്പോൾ നമുക്ക് 100% അത് തള്ളിക്കളയാൻ പറ്റില്ല. അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ ഇതിനോടൊപ്പം പറഞ്ഞു. മോദി വിരമിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിൻഗാമി അല്ലെങ്കിൽ അടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ നിന്നായിരിക്കും എന്നുകൂടി പറഞ്ഞു. സഞ്ജയ് റാവത്തിനെ തീർത്തും തൃണവൽക്കരിക്കാൻ പറ്റാത്തത് കൊണ്ടാവണം ഇതിനുള്ള ആദ്യ പ്രതികരണം ഉണ്ടായത് മഹാരാഷ്ട്രയിൽ തന്നെയാണ്. വേണമെങ്കിൽ BJP നേതാക്കൾക്ക് ഇത് കണ്ടില്ല എന്ന് നടിക്കാവുന്നതേ ഉള്ളൂ. സഞ്ജയ് റാവത്ത് പറയാണ് പ്രധാനമന്ത്രി മോദി വിരമിക്കാൻ പോകുന്നുവെന്ന്. അതിനോട് പ്രതികരിക്കേണ്ട കാര്യമില്ല. പക്ഷെ അടുത്ത നിമിഷത്തിൽ തന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഇത് നിരാകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞ വളരെ രസകരമായ ഒരു ന്യായീകരണമാണ്. അത് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അതായത് നമ്മുടെ സംസ്കാരം അനുസരിച്ച് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളാരും അതിന്റെ പിന്തുടർച്ചയെപ്പറ്റി സംസാരിക്കാറില്ല. അച്ഛനുള്ളിടത്തോളം കാലം അച്ഛനാണ് നമ്മുടെ പരിവാറിന്റെ, കുടുംബത്തിന്റെ തലവൻ, നായകൻ. മോദി ഉള്ളിടത്തോളം കാലം സംഘപരിവാരത്തിന്റെ തലവൻ അല്ലെങ്കിൽ കുടുംബനാഥൻ അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹം മാറുന്ന പ്രശ്നമില്ല. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ പിന്തുടർച്ച ഉണ്ടാവുന്നത് മുഗൾ ചക്രവർത്തിമാരുടെ കാലത്തെ ഒരു രീതിയാണെന്നും പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഇത് വിവരിക്കുമ്പോൾ ഒരു കാര്യം മറന്നുപോയി. നമ്മുടെ മോദി ആദ്യമായിട്ട് പ്രധാനമന്ത്രി ആവുമ്പോൾ കുടുംബനാഥനെന്നോ നായകനെന്നോ പിതാവെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന അദ്വാനി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നൊരു കാര്യം. അദ്ദേഹം ഏതാണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണ് മാർഗദർശക മണ്ഡലിലേക്ക് അദ്ദേഹത്തെ തട്ടിക്കൊണ്ട് നരേന്ദ്രമോദി പിന്തുടർച്ചക്കാരനായത്. അക്കാര്യം ദേവേന്ദ്ര ഫഡ്നാവിസ് അല്പം നേരത്തേക്കൊന്ന് മറന്നുപോയി എന്ന് മാത്രമേ ഉള്ളൂ. ദേശീയ രാഷ്ട്രീയത്തിലെയും ഭരണത്തിലെയും സംഘപരിവാർ, BJP സംവിധാനങ്ങളിലെയും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കുമ്പോൾ, നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഒഴിയേണ്ട ഒരു സാഹചര്യം ഇല്ല. അതിനുള്ള യാതൊരു സാധ്യതയും ഇല്ല. അങ്ങനെ ഉറപ്പിച്ച് പറയാനും പറ്റും. പക്ഷെ ഈ ചർച്ച ഇപ്പോൾ തുടങ്ങിയതല്ല. 2019 തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് തുടങ്ങി വെച്ച അമിത്ഷാ, ആഭ്യന്തരമന്ത്രിയായിരുന്ന നമ്മുടെ അമിത്ഷാ, അന്ന് വീക്ക് എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ നൽകിയ ഒരു അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, 75 വയസ്സ് കഴിഞ്ഞാൽ
നേതാക്കൾ മത്സരിക്കാൻ പാടില്ല, അവർക്ക് ടിക്കറ്റ് നൽകാൻ പാടില്ല. അതാണ് പാർട്ടിയുടെ തീരുമാനം. സംഘപരിവാരത്തിന്റെ നിലപാട് അതാണ്. അതനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു. ആ തെരഞ്ഞെടുപ്പിൽ 75 കഴിഞ്ഞവരെ ധാരാളം പേരെ ഒഴിവാക്കുകയും ചെയ്തു. മുഴുവൻ പേരെ ഒഴിവാക്കിയുവെന്ന് ഓർമ്മയില്ല. എന്തായാലും 2019 തന്നെ അമിത്ഷാ പറഞ്ഞു വെച്ച ഒരു കാര്യമാണിത്. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പായപ്പോൾ 2024 അമിത്ഷാ പ്ലേറ്റ് മാറ്റി. പണ്ട് പറഞ്ഞതൊക്കെ പിൻവലിച്ചു. അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല. BJPയോ സംഘപരിവാറോ അല്ലെങ്കിൽ RSSോ ഒന്നും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വെച്ചിട്ടില്ല. അതുകൊണ്ട് ഈ തവണയും, അതായത് 2024 തെരഞ്ഞെടുപ്പിലും ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദി ആയിരിക്കും. അതും അല്ല, ഇനി 2029 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും മോദി തന്നെയായിരിക്കും ഞങ്ങളെ നയിക്കുക എന്ന് പറഞ്ഞു. ഞാനീ പറഞ്ഞത്, ഈ ചർച്ച അല്ലെങ്കിൽ 75 വയസ്സ് കഴിയുന്ന ആളുകൾ പദവികൾ, പ്രധാനമന്ത്രി പദമടക്കമുള്ള പദവികൾ ഒഴിയണോ എന്ന ചർച്ച നേരത്തെ തന്നെ BJPയിൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. അല്ലെങ്കിൽ തന്നെ എന്തിനും മോദി വിരമിക്കണം. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ശ്രേയസിൽ നിന്ന് ശ്രേയസിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നും 2029 ആകുമ്പോഴേക്ക് ഇന്ത്യ ലോകരാജ്യങ്ങളിൽ അമേരിക്കയും ചീനയും പിന്തള്ളി ഒന്നാമതെത്തുമെന്നുമാണ് BJPയുടെയും സംഘപരിവാരത്തിന്റെയും പാണന്മാര് പാടിക്കൊണ്ട് നടക്കുന്നത്. അത് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ആളുകൾ ഈ തീരുവയുടെ കാര്യത്തിൽ ഇന്ത്യയോട് അദ്ദേഹം അനുഭാവമൊന്നും പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് എന്നാണ് നരേന്ദ്രമോദിയെ വിശേഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എ ഗ്രേറ്റ് ഫ്രണ്ട് ഓഫ് മൈൻ എന്നൊക്കെയാണ് മോഡിയെ കുറിച്ച് പറയുന്നത്. താമസം വിന ചീനയുടെ ജിൻപിങ്ങിനെയും റഷ്യയുടെ വ്ളാഡിമിർ പുതിനെയും ഒക്കെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നേതാവായി, ഒന്നുകിൽ ട്രംപിനേക്കാൾ വലിയ നേതാവ് അല്ലെങ്കിൽ ട്രംപിനൊപ്പം നിർത്താവുന്ന ഒരു നേതാവായിട്ട് മോഡി മാറുമെന്നും BJPയുടെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ പ്രതീക്ഷിക്കുന്നുണ്ട്, അവരങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല, ഉക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മോദിക്ക് ലഭിക്കാതെ അദ്ദേഹം ആ പദവിയിൽ നിന്ന് ഒഴിയുന്ന കാര്യത്തെക്കുറിച്ച് BJPക്കാർക്ക്, സംഘപരിവാരത്തിന് ആലോചിക്കാൻ പോലും കഴിയുകയില്ല. അതാണ് സ്ഥിതി എന്നിരിക്കെ എന്തിനാണ് മോദി ഈ 75 വയസ്സ് തികഞ്ഞു എന്നതിന്റെ പേരിൽ ഒഴിവാകുക? ഈ 75 വയസ്സ് എന്ന് പറയുന്ന പ്രായപരിധി രാജ്നാഥ് സിംഗ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത്. അതനുസരിച്ച് മോദി പ്രധാനമന്ത്രി പദം ഒഴിയണോ എന്ന കാര്യം 2 കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് ഉള്ളത്. ഒന്ന് RSSന്റെ അതൃപ്തി, മറ്റൊന്ന് പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം കുറയുന്ന ഒരു അവസ്ഥ. RSSനെ സംബന്ധിച്ചിടത്തോളം മോദിയുടെ കാര്യത്തിൽ എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അവരാവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം, ഇന്ത്യയെക്കുറിച്ച് RSS വിഭാവന ചെയ്യുന്നതെല്ലാം മോദി വളരെ ഭംഗിയായിട്ട് ഉത്തരവാദ ബോധത്തോടുകൂടി വളരെ നൈസായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനാണ് അദ്ദേഹത്തെ മാറ്റുന്നത്? അല്ലെങ്കിൽ ഇതിനൊക്കെ അദ്ദേഹത്തെക്കാൾ പറ്റിയ ഒരാൾ ഉണ്ടാവണം. അങ്ങനെ ഒരാളെ RSS കണ്ടെത്തിയതായിട്ട് നമുക്കറിയില്ല. ഇപ്പോൾ കാശ്മീർ പ്രശ്നം, പൗരത്വ നിയമം, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഏതാണ്ട് RSSന്റെ അജണ്ടകൾ ഓരോന്നായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അവരുടെ അന്തിമമായ അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി പരിവർത്തിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്കിനി ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരിക മുതലായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ തന്നെ വഖഫ് ബോർഡിന്റെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അതൊരു ഘട്ടമാണ്. ഇതൊക്കെ കൃത്യമായിട്ട് മോഡി നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കി മറ്റൊരാളെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്നതായിരിക്കുമല്ലോ RSS ചിന്തിക്കുക. RSS അജണ്ട നടത്താൻ ഏറ്റവും പറ്റിയ ആള് മോദിയാണെങ്കിൽ അദ്ദേഹത്തെ മാറ്റേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, പാർട്ടിയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ എന്നാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായില്ല, ഭൂരിപക്ഷം കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ അത് നേതൃത്വത്തിന്റെ തകരാറാ. നേതൃത്വം എന്ന് പറയുമ്പോൾ മോദിയുടെ പരാജയമാണ്. BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം കിട്ടാതിരുന്നത് BJPയുടെ രാഷ്ട്രീയമായ പരാജയമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ അതൊന്നും ആരും ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ലല്ലോ. അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം JDUവിന്റെയും TDPയുടെയും പിന്തുണയോടുകൂടി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ ഏതാണ്ട് സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. പാർട്ടിയിൽ വലിയ എതിരാളികളൊന്നും ഉയർന്നു വന്നിട്ടില്ല. അമിത്ഷാ ആണെങ്കിലും യോഗി ആദിത്യനാഥ് ആണെങ്കിലും ഇപ്പോഴും തലപൊക്കാതെ അവരുടെ അവസരത്തിനു വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ പാർട്ടിയിൽ അദ്ദേഹത്തിന് വലിയ എതിർപ്പില്ല, എതിരാളികളില്ല. അതും അദ്ദേഹത്തിന് ഏറെ അനുകൂലമായ ഒരു ഘടകം തന്നെയാണ്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഒഴിയാൻ തീരുമാനിക്കുന്നു എന്നിരിക്കട്ടെ, അപ്പോഴും അദ്ദേഹത്തിന്റെ പിൻഗാമിയെക്കുറിച്ച്
ഇവിടെ നടക്കുന്ന ചർച്ച എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതായത് മഹാരാഷ്ട്രയിൽ നിന്ന് ഒരാൾ വരും പിൻഗാമിയായിട്ട് എന്നാണ് സഞ്ജയ് റാവത്ത് പറയുന്നത്. മഹാരാഷ്ട്രയിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഇപ്പൊ അവിടുത്തെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, അദ്ദേഹമല്ലാതെ മറ്റൊരാളില്ല. അദ്ദേഹം അതിന് പറ്റിയ ആളാണോ? കേന്ദ്രത്തിലേക്ക് പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരത്തക്ക രീതിയിൽ ഫഡ്നാവിസ് വളർന്നുവോ എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഒരുപക്ഷെ സഞ്ജയ് റാവത്ത് ഫഡ്നാവിസിന്റെ പണി കൊടുക്കാൻ വേണ്ടി ഈ ഒരു അവസരം ഉപയോഗിച്ചതുമാവാം. മഹാരാഷ്ട്രയിൽ നിന്നായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അത് കേട്ടാൽ യോഗി ആദിത്യനാഥും അതുപോലെ തന്നെ അമിത്ഷയൊന്നും അതത്ര സന്തോഷത്തോടെ സ്വീകരിക്കണമെന്നില്ല. ഇനി അവരുടെ രണ്ടുപേരുടെ അവസ്ഥ നോക്കിക്കോളൂ. അമിത്ഷാ, അദ്ദേഹം ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ BJP-യിലെ ഏറ്റവും അധികായനായ നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ വലിയ എതിർപ്പില്ല. പ്രധാനമന്ത്രിയുടെ വിശ്വസ്തനാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ സ്ഥിതിക്ക്, സ്റ്റാറ്റസിന് യാതൊരു മാറ്റവും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും വന്നിട്ടില്ല. മറ്റൊരാളെ യോഗി ആദിത്യനാഥ്, അദ്ദേഹത്തിന്റെ പേര് പലരും പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ മഹാകുംഭമേളയൊക്കെ നടത്തി അതിന്റെ നേട്ടങ്ങളിൽ അഭിരമിക്കുന്ന ഒരു സമയമാണ്. ഇനി ഒരു മൂന്നാമനെ വേണമെങ്കിൽ, അമിത്ഷായെയും യോഗി ആദിത്യനാഥിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു മൂന്നാമനെ വേണമെങ്കിൽ നമുക്കിവിടെ രാജ്നാഥ് സിംഗ് ഉണ്ട്, നമ്മുടെ പ്രതിരോധ മന്ത്രി. ഏതായാലും മോദിയുടെ നാഗ്പൂർ സന്ദർശനം, RSS കാര്യാലയത്തിലേക്കുള്ള പോക്ക് ഇത്തരത്തിലുള്ള ഒരു പുതിയ ചർച്ചയ്ക്ക് വഴിമരുന്നിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ സാധ്യതകൾ ഇനി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ 75 വയസ്സ് എന്ന നിഷ്കർഷ പുലർത്തുന്ന മറ്റൊരു പാർട്ടി ഇന്ത്യയിലുണ്ട്, CPM ആണത്. 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പോളിറ്റ് ബ്യൂറോയിലോ കേന്ദ്ര കമ്മിറ്റിയിലോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം അതുപോലുള്ള പദവികളിലൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിൽ നിന്നും നിരന്തരം എന്നോണം ഒഴിവ് ലഭിക്കുന്ന ഒരാളാണ് നമ്മുടെ പിണറായി വിജയൻ. നമ്മുടെ പിണറായി വിജയന് ഈ 75 വയസ്സ് എന്ന വ്യവസ്ഥ പുഷ്പം പോലും മറികടക്കാൻ പറ്റുമെങ്കിൽ മോദിക്ക്, നരേന്ദ്രമോദിക്ക് അത് എത്രയോ നിസ്സാരമായിട്ട് ഈ 75 വയസ്സ് എന്ന പരിധി അല്ലെങ്കിൽ പ്രായപരിധി മറികടക്കാൻ സാധിക്കും.